നമുക്ക് നിധിയുടെ സുധീഷിൻ്റെയും നാളത്തെ നല്ലൊരു കഥയായിട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് നിധിയുടെ സുധീഷിൻ്റെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ ഞാൻ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവിൽ നിധി, സുധീഷ്, സുഭാഷ് എല്ലാവരും കൂടെ ക്ഷേത്രത്തിലേക്ക് വരുവാണ്. ക്ഷേത്രത്തിലേക്ക് വരണ സമയത്ത് അവരൊക്കെ അന്തം വിട്ടുപോയി. ഭാസ്കരൻ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. ഭാസ്കരൻ അവിടേക്ക് എല്ലാവരും നല്ല പരിചയമാണല്ലോ. പിന്നീട് തിരുമേനിയോട് ഭാസ്കർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനുമാണ് സുഭാഷ്, സുധീഷും ഒക്കെ അങ്ങനെ വരുന്നത്. അങ്ങനെ അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഭാസ്കരൻ പറഞ്ഞു, നിങ്ങളിത് എന്താ എത്ര താമസിച്ചെന്ന് ചോദിച്ചു. അപ്പോഴേക്കും സുഭാഷ് ചോദിച്ചു, അല്ല അച്ഛനിത് എപ്പോഴേറ്റു വന്നു? എടാ അതൊക്കെ ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് പോന്നു. എൻ്റെ കുടുംബക്ഷേത്രമല്ലേ, എനിക്ക് പിന്നെ അറിയത്തില്ലാതിരിക്കുമോ എന്ന് ചോദിച്ചു. പിന്നീട് തിരുമേനിയോട് പറഞ്ഞു, അതെ ഇതെൻ്റെ മക്കളാന്ന് പറഞ്ഞു. ഇത് സുഭാഷ് മൂത്തവന്, സുധീഷ്, ഹരീഷ്, നികേഷ്, പിന്നെ മരുമക്കൾ, ഇങ്ങനെ എല്ലാവരെയും പരിചയപ്പെടുത്തുവാണ്. പിന്നീട് തിരുമേനി പറഞ്ഞു, എങ്കിൽ ശരി പൂജയ്ക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, പൂജയ്ക്കുള്ള കാര്യങ്ങൾ, റെസിപ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പൂജ ചെയ്യാനായിട്ട് തിരുമേനി ഒരുങ്ങി. അങ്ങനെ അവരുടെ കുറച്ച് പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, വഴിപാടുകളും കാര്യങ്ങളൊക്കെ. അതൊക്കെ അങ്ങനെ കഴിപ്പിച്ചിട്ട് നിൽക്കുമ്പോഴത്തേനുമാണ് സുനന്ദയും ലളിതയും ഒക്കെ അങ്ങോട്ടേക്ക് വരുന്നത്. ലളിതയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കാരണം അവിടേക്ക് ഭാസ്കരനൊന്നും വന്നതുപോലും ഇഷ്ടമില്ലായിരുന്നു. പോരാത്തിന് തിരുമേനി അവരുടെ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അവിടേക്ക് വന്നിട്ട് ലളിത ചോദിച്ചു, എന്ത് പരിപാടിയാണ് തിരുമേനി കാണിക്കുന്നത്? ഇതുവരെയായിട്ട് തിരിഞ്ഞു നോക്കാത്ത ചില ആൾക്കാരാ എന്നിട്ട് വന്നിരിക്കുന്നു. തിരുമേനിക്ക് ഇവരാരാ എന്താ ഏതാന്നൊക്കെ അറിയാമെന്ന് ചോദിച്ചു. അപ്പോഴേക്കും തിരുമേനി പറഞ്ഞു, അല്ല ഇത് ഇവരുടെയും കൂടെ കുടുംബക്ഷേത്രം അല്ലേന്ന് ചോദിച്ചു. പിന്നെ കുടുംബക്ഷേത്രം. അപ്പോഴേക്കും മണി അങ്ങോട്ടേക്ക് വന്നു. മണി വന്നിട്ട് എന്താ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു. ഇതേ മണി, ആണ്ടിനും സംക്രാന്തിക്കും പോലും വരാത്ത ആൾക്കാരാ ഇപ്പോൾ വന്നിരിക്കുന്നത്. അങ്ങനെ തോന്നുന്നവർക്ക് വന്നിട്ട് ഇവിടെ അങ്ങനെ ആധിപത്യം സ്ഥാപിക്കാൻ പറ്റത്തൊന്നുമില്ല. ഇത് ഞങ്ങളുടെ കുടുംബക്ഷേത്രമാണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ മണി പറഞ്ഞു, അതിനല്ലാന്ന് പറഞ്ഞില്ലല്ലോ, ഇത് ഭാസ്കരേട്ടനും കൂടെ കുടുംബക്ഷേത്രം അല്ലേന്ന് ചോദിച്ചു. പിന്നെ ഭാസ്കരേട്ടൻ ഇവിടെ ഈ ക്ഷേത്രത്തിൽ വർഷം കുറച്ച് മാസവരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ മാസത്തെയും കൂടെ മാസവരി പിരിച്ചെടുത്ത വർഷം കളക്ട് ചെയ്ത് തരുന്നില്ലേ? അപ്പോൾ ഇവിടെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് വരെ ഇവർ അങ്ങനെ എന്തെങ്കിലും തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. മണി പറഞ്ഞ്, ഇല്ല അതാ പറഞ്ഞത്. എന്നിട്ട് വലിയ ആള് കളിച്ചുകൊണ്ട് വന്ന് നിൽക്കുന്ന നിപ്പ് കണ്ടില്ലെന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്ക് സുഭാഷ് പറഞ്ഞു, അതമ്മായി ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു, ഇങ്ങനൊരു കുടുംബക്ഷേത്രത്തെക്കുറിച്ച് പോലും അറിയണ്ടായിരുന്നില്ല. പക്ഷേ ഈയിടെ അറിഞ്ഞ് ആ സമയത്താണ് ഞങ്ങൾ ഇവിടേക്ക് വന്നേന്ന് പറഞ്ഞു. അപ്പോഴേക്കും പൂജാരി പറഞ്ഞു, അതെ ഈ കുടുംബക്ഷേത്രത്തിൽ അതിൻ്റേതായ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നോക്കി വേണം, പാലിച്ച് വേണം മുന്നോട്ട് പോകാനെന്ന് പറഞ്ഞു. അത് കേട്ടതും മണി പറഞ്ഞു, അതിനെന്താ തിരുമേനി, പൈസ കൊടുക്കുന്ന കാര്യമല്ലേ? സുഭാഷ് പറഞ്ഞു, എത്ര രൂപയെന്ന് പറഞ്ഞാൽ മതി, ഇപ്പം എത്ര വർഷത്തെ ഉണ്ടെന്ന് മാസവരിയും കുടിശ്ശികയും കാര്യങ്ങളൊക്കെ അത് ഞാൻ തന്നോളാന്ന് പറഞ്ഞു. അപ്പോഴേക്കും മണി പറഞ്ഞു, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇനി വരുന്ന വർഷങ്ങളിൽ ഓരോ വർഷം ഇങ്ങ് തന്നാൽ മതി, ഇപ്പോൾ കുറച്ച് പൈസ തന്നാൽ മതി, പിന്നെ വരുമ്പോൾ അങ്ങനെ അടച്ചാൽ മതി, അതിൻ്റെ ആവശ്യമുള്ളെന്ന് പറഞ്ഞു. ലളിതയ്ക്ക് അത് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ലളിത പറഞ്ഞു, പിന്നെ എന്ന് വെച്ചാൽ നീ തീരുമാനിക്കുന്നതല്ലേ? അത് കേട്ടപ്പോൾ മണി പറഞ്ഞു, ഈ പറഞ്ഞ ലളിതേച്ചിനെ പോലും ഞാനല്ലേ വിളിച്ചോ എല്ലാ വർഷവും ഓർപ്പിക്കുന്നത്, പൈസ വേണമെന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുന്നത് ഞാൻ തന്നെ അല്ലേന്ന് ചോദിച്ചു. എന്നിട്ട് ആ ചേച്ചിയാണോ ഈ കാര്യങ്ങളൊക്കെ പറയണമെന്ന് ചോദിച്ചു. ലളിതയ്ക്ക് ആകെപ്പാടെ നാണക്കേടായി. ഭാസ്കരൻ പറഞ്ഞു, ലളിതേ ഇത് നിന്റെ കുടുംബക്ഷേത്രമാണ് നീ പറയുന്നുണ്ട്, അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിന്നെ കല്യാണം കഴിപ്പിച്ച് വിട്ടതല്ലേ, പിന്നെ നീ എന്തിൻ്റെ അവകാശം പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നേ? നീ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഈ ക്ഷേത്രത്തിൽ വന്ന് തൊഴുത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയവനാ ഞാൻ, അറിയാലോ, ഇതെൻ്റെ കുടുംബക്ഷേത്രം കൂടെയാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ ലളിതയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ലളിത കുറേ ചീത്ത പറഞ്ഞു കഴിഞ്ഞപ്പോൾ തിരുമേനി പറഞ്ഞു, ഇത് ക്ഷേത്രമാണ്, ആ ഒരു കാര്യം ഓർമ്മ വേണം, ഇവിടെ കിടന്ന് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും സുനന്ദ ലളിതയോട് പറഞ്ഞു, അമ്മയൊന്നും മിണ്ടാതിരുന്നേ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുവാണ്. ആ സമയം സുനന്ദയെ ദേഷ്യത്തോടെ ഇങ്ങനെ ഒന്ന് നോക്കി ലളിത. ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല സുനന്ദ അങ്ങനെ പറഞ്ഞു വന്നു. ആ സമയം പൂജയൊക്കെ കഴിഞ്ഞ് അവിടെ ഒരാളുണ്ട്. ആലിൻ്റെ ചുവട്ടിലേക്ക് വന്നിരിക്കുവാണ് സുഭാഷ്, സുധീഷ് എല്ലാവരും കൂടെ. അപ്പോഴേക്കും മണിയും കൂടെ അങ്ങോട്ട് വന്നു. മണി വന്നു കഴിഞ്ഞപ്പോഴത്തേനും സുധീഷ് പറഞ്ഞു, എന്താണെങ്കിലും ഞങ്ങളുടെ അമ്മായിക്കിട്ട് നല്ല കൊടുപ്പ് തന്നെയാണ് കൊടുത്തേ, അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. ആ സമയം സുഭാഷ് പറഞ്ഞു, അല്ല ഇനിയിപ്പം നാളെ ഞങ്ങൾക്ക് പോവാലോ അല്ലേ, തിരിച്ചു പോകാലോ അല്ലേ? ഇവിടം വരെ വന്നല്ലേ, നാളെയാണ് വിശേഷ ദിവസം എന്ന് പറഞ്ഞു. നാളെയോ? അതെ നാളെയാന്ന് മണി പറഞ്ഞു. നിങ്ങൾ ഈ സമയത്ത് എന്താണ് ദേവി ഇവിടെ കൊണ്ടു എത്തിച്ചേ? കാരണം നാളത്തെ ദിവസത്തിന് കുറേ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, നാളെ കുറേ വഴിപാടുകളും പൂജകളും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ നടത്തുവാണെങ്കിൽ കുടുംബത്തിൽ ഐശ്വര്യം കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സുഭാഷ് പറഞ്ഞു, ആഹാ അത് കൊള്ളാലോ എന്ന് പറഞ്ഞു. അതെ, അതുകൊണ്ടൊരു കാര്യം ചെയ്യുക, നിങ്ങൾ ഇന്നും കൂടെ അവിടെ പോയി തങ്ങിയിട്ട് നാളെ ക്ഷേത്രത്തിലേക്ക് വരണം, ക്ഷേത്രത്തിലേക്ക് വന്നിട്ട് വഴിപാടുകളൊക്കെ നടത്തിയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. ആ സമയത്ത് സുധീഷ് പറഞ്ഞു, ഇവിടെയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് പറഞ്ഞു. അതെ നീതി പറഞ്ഞു,
അത് ഞാൻ അപ്പുറത്തേക്കൊന്ന് പോയി നോക്കട്ടെ, അവിടെ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്, എനിക്കത് കാണാൻ കൊതിയാവുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നിധി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ സുഭാഷോട് ചേട്ടാ നീയും കൂടെ ചെല്ലും നിധിയോടൊപ്പം, അവൾ തന്നെയല്ലേ പോയേക്കണേന്ന് പറഞ്ഞു. അങ്ങനെ നിധിയുടെ പിന്നാലെ സുധീഷും കൂടെ പോവാണ്. ആ സമയത്ത് ചാന്ദിനി വന്ന് സുഭാഷിൻ്റെ അരിയിലിരുന്നു. ചാന്ദിനി നോക്കിക്കഴിഞ്ഞപ്പം സുഭാഷിൻ്റെ തലയിൽ ഇലയൊക്കെ വീണിരിക്കുന്നു. അപ്പോൾ ആ മരത്തേന്ന് വീണാണ്. പെട്ടെന്ന് അതൊക്കെ തോണ്ടിക്കളയുകയാണ്. ചാന്ദിനിക്ക് സുഭാഷിനെ ഭയങ്കര ഇഷ്ടമാണ് താനും. സുഭാഷും ചാന്ദിനിയും കൂടി ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ സുനിത ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ സുനിതയ്ക്ക് തോന്നി അവർ രണ്ടുപേരും നല്ല ജോഡിയാണ്, നല്ല ഭംഗിയുണ്ട് രണ്ടുപേരും കൂടി ഇരിക്കുന്നത് കാണാൻ. ഈ സമയം നിധി ഒരു പാടം ഉണ്ടായിരുന്നു ഇവിടെ. ആ പാടത്തിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോഴത്തേനും സുധീഷ് ഓടി വന്നങ്ങോട്ട്, ദേ സൂക്ഷിച്ച് ഇങ്ങോട്ട് നടക്കണം അല്ലെങ്കിൽ വീഴുമെന്ന് പറഞ്ഞു. എനിക്കറിയാൻ നോക്കി നടക്കാനായിട്ട് നിധി പറഞ്ഞു. ആയിക്കോട്ടെ, നല്ല രസമുണ്ടല്ലേ എവിടെയൊക്കെ. അതെ, എങ്കിലൊരു കാര്യം ചെയ്യാം, ഞാനൊരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു. ഫോട്ടോയോ? അതെ, നിധി നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ നിധിയുടെ കുറേ സെൽഫിയും കാര്യങ്ങളും എടുത്തു. പിന്നീട് സുധീഷ് വന്നിട്ട് പറഞ്ഞു, നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരു സെൽഫി എടുത്താലോ? സുധീഷിനോടൊപ്പോ? പിന്നല്ലാതെ. ഒടുവിൽ നിധി നിന്ന് കൊടുത്തു. രണ്ടുപേരും കൂടെ സന്തോഷത്തോടെ സെൽഫിയൊക്കെ എടുക്കുകയാണ്. ആ സമയം നിധി ചോദിച്ചു, അല്ല സുധീഷിൻ്റെ അച്ഛൻ്റെ വീട് ഇവിടെയാന്ന് പറഞ്ഞു. അമ്മയുടെ വീട് ഇവിടെ തന്നെയാണോന്ന് ചോദിച്ചു. സുധീഷ് ആകെപ്പാടെ നന്താളിച്ചു പോയി. അമ്മയുടെ വീടോ? അതെ, അമ്മയുടെ വീട് ഇവിടെയാണെന്ന് ചോദിച്ചു. അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു, അതെനിക്കെങ്ങനെ അറിയാം, എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു. നിധി ചോദിച്ചു, അപ്പം ആ അച്ഛൻ്റെ അമ്മയുടെ മോൻ തന്നെയല്ലേ സുധീഷ്? എന്നിട്ട് സുധീഷിനൊന്നും അറിയില്ലെന്ന് ചോദിച്ചു. സുധീഷ് പറഞ്ഞു, ഇതൊക്കെ നീ എന്നോട് ചോദിക്കുന്നത് എന്തിനാ, എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞു. ആ സമയത്താണ് സുഭാഷ് അങ്ങോട്ടേക്ക് വരുന്നത്. സുഭാഷിനെ കണ്ടുകഴിഞ്ഞപ്പോൾ സുധീഷ് വിളിച്ചിട്ട് സുഭാഷിനോട് കാര്യം തിരക്കുവാണ്. അതെ, നമ്മുടെ അമ്മയുടെ വീട് ഇവിടെയാണെന്ന് ചോദിച്ചു. സുഭാഷ് പറഞ്ഞു, അത് പിന്നെ എനിക്കങ്ങനെ അറിയത്തില്ല എന്ന് പറഞ്ഞു. കണ്ടില്ലേ, അപ്പം ഞാൻ മാത്രമല്ല അച്ഛൻ്റെ അമ്മയുടെ മോനല്ലാത്ത സുഭാഷ് ഏണ്ണും അല്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ നിധിക്ക് ചിരി വന്നു. നിധി പറഞ്ഞു, സുഭാഷ് ഏട്ടാ അതുകൊണ്ടല്ല, അച്ഛൻ്റെ വീട് ഇവിടെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചാ, ചിലപ്പോൾ അമ്മയോട് ഇവിടെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ, അങ്ങനെയാണെങ്കിൽ അമ്മയുടെയും ബന്ധുക്കാർ ഇവിടെയൊക്കെ കാണുമല്ലോ, അതുകൊണ്ട് ഞാൻ ചോദിച്ചെന്നോളെന്ന് പറഞ്ഞു. സുഭാഷ് പറഞ്ഞു, അതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, നിങ്ങളെ കാണാത്തതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നാൽ, അവിടേക്ക് പോലെ ഞങ്ങളവിടെ ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ സുഭാഷ് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ നിധിയോട് സുധീഷ് പറഞ്ഞു, അതെ സൂക്ഷിച്ചും കണ്ടും പോണം, പാടവരമ്പാ, എനിക്കറിയാമെന്ന് പറഞ്ഞു. പക്ഷേ 2 സ്റ്റെപ്പ് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും നിധി അവിടെ വീഴുവാണ്. കാല് തട്ടി വീണു. പെട്ടെന്ന് സുധീഷ് വന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ വീഴുമെന്ന്, എൻ്റെ കയ്യെ പിടിച്ച് നടന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ നിധി സുധീഷിൻ്റെ കയ്യെ പിടിച്ചുകൊണ്ടാണ് ഒടുവിൽ ക്ഷേത്രത്തിന് അങ്ങോട്ടേക്ക് വരുന്നത്. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ നികേഷ് ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്ന കാണാനായിട്ടെന്ന് ചോദിച്ചു. സ്ഥലമൊക്കെ ഒന്ന് കാണണ്ടാടാ നികേഷെ, നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞു. നാളെ വേണം എല്ലാം കഴിഞ്ഞിട്ട് ഇവിടേക്കൊന്ന് ചുറ്റി നടന്ന് കാണണമെന്ന് നികേഷ് പറഞ്ഞു. നികേഷിനും ഭയങ്കര സന്തോഷമായിരുന്നു ഇവിടെയൊക്കെ കാണാനായിട്ട്. ആ സമയത്ത് തിരുമേനി വന്നിട്ട് പറഞ്ഞു, അതെ നാളെ പ്രത്യേക പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, രാവിലെ തന്നെ എല്ലാവരും എത്തണമെന്ന് പറഞ്ഞു. അതിനെന്താ, നാളെ രാവിലെ തന്നെ എത്തിയേക്കാം. ആ സമയത്ത് ലളിത സുനന്ദയൊന്നും നോക്കുവാണ്. ലളിതയ്ക്കാണ് ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല അവരിങ്ങോട്ടേക്ക് വന്നതുപോലും. ലളിത പറഞ്ഞു, എന്തിനാണോ എന്തോ ഇവരിങ്ങോട്ട് കെട്ടിയെടുത്തേ, ഏത് സമയത്താണെന്തോ. അതെ, അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറയണേ? അമ്മയുടെ സഹോദരൻ തന്നെയല്ലേ വഴി പറഞ്ഞു കൊടുത്തത്. എന്നോട് 2 ദിവസം മുമ്പ് നിധി വിളിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുടുംബക്ഷേത്രം എവിടെ എന്താന്നൊക്കെ. എനിക്കറിയില്ലായിരുന്നു കൃത്യമായിട്ട് വഴി പറഞ്ഞു കൊടുക്കാൻ, അറിയാമായിരുന്നെങ്കിൽ ഞാൻ വഴി പറഞ്ഞു കൊടുത്തേനെന്ന് പറഞ്ഞു. പിന്നെ അമ്മ ഇത്ര വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, ഈ കുടുംബക്ഷേത്രം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും കൂടെ അല്ലേ, നമ്മുടെ തന്നെയൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞു. ഡി മിണ്ടാതിരുന്നു അവിടെ എന്നൊക്കെ പറഞ്ഞ് സുനന്ദയോട് ചീത്ത പറയാണ് ലളിത. സുനന്ദ പറഞ്ഞു, അമ്മയുടെ ഒരു സ്വഭാവം, ക്ഷേത്രം എന്നൊരു ചിന്ത പോലും ഇല്ലെന്ന് പറഞ്ഞു. ഈ സമയം തിരുമേനി അവരോട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുക, നാളത്തെ പൂജയുടെ പ്രത്യേകതകളൊക്കെ. അപ്പോഴേക്കും ലളിത പറഞ്ഞു, നാളത്തെ പൂജ അല്ല, ഞങ്ങളുടെ കുടുംബത്തിൽ പൂജ ചെയ്യാനായിട്ട് എന്താണെങ്കിലും എൻ്റെ മോളുണ്ടല്ലേ, ഞാനുണ്ട്. പക്ഷേങ്കിൽ ഈ പറയുന്നവരുടെ കുടുംബത്തിൽ ആര് പൂജ ചെയ്യും? പെണ്ണുങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ചെയ്യണം, ആരാ ചെയ്യുന്നത്, അവിടെ ആരും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുവാണ്. അത് കേട്ടപ്പം സുഭാഷിന് ഭയങ്കര വിഷമായി. സുഭാഷ് തിരുമേനിയോട് ചോദിച്ചു, തിരുമേനി ആണക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യമാണോ? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു. ഇത് പെണ്ണുങ്ങൾ തന്നെ ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് വഴിപാടുകളൊക്കെ പെണ്ണുങ്ങൾ തന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സുഭാഷിന് ആകപ്പാടെ വിഷമം, ഇനി എന്ത് ചെയ്യണം എന്നറിയില്ല. ആ സമയം നിധി പറഞ്ഞു, സുഭാഷേട്ടൻ വിഷമിക്കൊന്നും വേണ്ട, കുടുംബത്തിന് വേണ്ടിയിട്ടല്ലേ, എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം, എനിക്ക് അതിനകത്ത് ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. സുഭാഷ് പറഞ്ഞു, അത് പിന്നെ മോളെ വേണ്ട സുഭാഷേട്ടാ, ഞാനുണ്ടല്ലോ, ഞാൻ ഈ കുടുംബത്തിലെ അംഗമല്ലേ, പിന്നെ എന്തിനാന്ന് ചോദിച്ചു. അത് കേട്ടത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ലളിതയ്ക്കോ. പിന്നെ ഒരുത്തി വന്നിരിക്കുന്നു എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. ഇപ്പോൾ അവൾ ചെയ്യുന്നൊരു ചിന്തയൊക്കെ ആയിരുന്നു, ഒരു പുച്ഛഭാവമായിരുന്നു. പക്ഷേ നിധി വിട്ടുകൊടുക്കാനായിട്ട് അങ്ങോട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്ത് വന്നാലും കുടുംബത്തിന് വേണ്ടിയിട്ട് എന്ത് ത്യാഗം സഹിക്കാൻ താൻ തയ്യാറാണെന്ന് എന്നൊരു ചിന്തയായിരുന്നു നിധിയുടെ മനസ്സിൽ. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെയാണ് കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും
ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.